ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ആക്ച്വലി ഇത് ഞാൻ ഷാൻജിയോ ഒരു യൂട്യൂബ് ചാനലില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഏകദേശം നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറുതായിട്ട് ചില മാറ്റങ്ങൾ മാത്രമേ ഞാൻ വരുത്തിയിട്ടുള്ളൂ. ഏകദേശം ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഫസ്റ്റ് ഈ കഷ്ണങ്ങളാക്കി എടുത്ത കപ്പയെ ഞാൻ നന്നായി കഴുകി കുറച്ചധികം തന്നെ വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു വിസിൽ, ഏകദേശം ഒരു 2 വിസിലിനറിയാം. അതിൻ്റെ ആവി മൊത്തം പോകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്ത് പിന്നെ ഞാൻ ആ വെള്ളം ഊറ്റി മാറ്റി കപ്പ മാത്രം എടുത്തിട്ട് ഞാൻ വെച്ചു. നോർമലി കപ്പയിൽ ചെറുപ്പം എന്തെങ്കിലും ഒരു വിഷാംശങ്ങളിൽ ഉണ്ടാവുന്നിട്ട് പറയുന്നത് കേൾക്കാം. അപ്പോൾ ആ വെള്ളം കളഞ്ഞാൽ, കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് ആ വെള്ളം കളഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. ഇനി നമ്മൾ ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പേസ്റ്റ് രീതിയിലും എടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നീളത്തിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം. അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വേണോ, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇല്ലെങ്കിൽ ഉപ്പ്, എന്താ പറയുക, പുളി, അതെല്ലാം നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു സവാള നേർത്തതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കപ്പ ബിരിയാണി ആക്ച്വലി ഞാൻ ഒരു പ്രാവശ്യം ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ സമയത്ത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഈ റെസിപ്പി തന്നെ. അപ്പോൾ അന്ന് മുതൽ നമ്മൾ കപ്പ ബിരിയാണി ഫാനായി മാറി. ഇടയ്ക്ക് എപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. നല്ല കപ്പ കിട്ടിയാൽ, നല്ല ബീഫ് കിട്ടി. ഇനി ഇതിലേക്ക് ഒരു 15ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റി വരണം. ഏകദേശം കളറിൽ ഏകദേശം നല്ല ബ്രൗണിലേക്ക് എത്തിയാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അത്രത്തോളം എത്തിച്ചിട്ടില്ല. ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു 200 ഗ്രാംസാണ് ഞാനിവിടെ ബീഫ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചും ഒരു കപ്പ് ഏകദേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് വേവിച്ചത്. ഇനി നമുക്ക് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. അതിലേക്ക് ചൂടായ ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഏകദേശം 1 കപ്പോളം തേങ്ങ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതായത് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ ഇതൊന്ന് ചെറിയ തീയിൽ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ഫൈനലി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേവിച്ച് വെച്ച ബീഫിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത കപ്പയെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഉടച്ചെടുത്ത കപ്പ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ നന്നായിട്ടത് മിക്സായിട്ട് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഇതാ നമ്മളെ തേങ്ങ നല്ല മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫും കപ്പയിലേക്ക് കുറച്ച് കുരുമുളക്, ഏകദേശം 1 ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിലേക്ക് ഈ വറുത്ത് വെച്ച തേങ്ങയും ഈ ഒരു എന്താ പറയുക കരിവേപ്പിലേൻ്റെ മിക്സ് ഒന്ന് മേലെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചിട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ച് വെക്കുക. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ സൂപ്പർ കപ്പ ബിരിയാണി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.